RSS അഖില ഭാരതീയ സമന്വയ ബൈഠക്കിന് തുടക്കം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലെ ഗുഡിലോവ വിജ്ഞാൻ വിഹാസ് സ്കൂളിലാണ് 3 ദിവസത്തെ യോഗം ചേരുന്നത്. സംഘത്തിന്റെയും സംഘപരിവാറിൽ ഉൾപ്പെട്ട 33 വിവിധ സംഘടനകളുടെയും അഖില ഭാരതീയ ചുമതലയുള്ളവരാണ് ബൈഠക്കിൽ പങ്കെടുക്കുന്നത്. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്, സർക്കാരിവാഹ് ദത്താത്രേയ ഹൊസബാളെ എന്നിവർ ബൈഠക്കിൽ മാർഗദർശനം നൽകും. വിവിധ സംഘടനകളുടെ ദേശീയ ചുമതല വഹിക്കുന്ന 49 വനിതകൾ ഉൾപ്പെടെ 327 പേരാണ് ബൈഠക്കിൽ പങ്കെടുക്കുന്നത്. സമാജ പരിവർത്തനവും ജനക്ഷേമവും മുൻനിർത്തി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ബൈഠക്കിന്റെ പ്രധാന ലക്ഷ്യം. സംഘടനകൾക്കിടയിലുള്ള ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും സമകാലിക പ്രശ്നങ്ങളെക്കുറിച്ചും ബൈഠക്കിൽ ചർച്ച ചെയ്യും. ജനസംഖ്യ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്ന ആശങ്കകളും അവയുടെ പരിഹാരങ്ങളും, മയക്കുമരുന്ന് വ്യാപനത്തിനെതിരായ നീക്കങ്ങൾ, യുവാക്കളിൽ ദേശീയമായ ഉണർവ് സൃഷ്ടിക്കുക എന്നിവയോടൊപ്പം സംഘശതാബ്ദിയിൽ മുന്നോട്ട് വെച്ച പഞ്ചപരിവർത്തനവും ബൈഠക്കിൽ ചർച്ചയാകും. രാജ്യത്തിന്റെ വികസന മാതൃക സംബന്ധിച്ച വിവിധ മാനങ്ങൾ ചർച്ച ചെയ്യുകയും പദ്ധതി രൂപപ്പെടുത്തുകയും ചെയ്യും. സംഘശതാബ്ദിയിൽ പൊതുസമൂഹത്തിനിടയിൽ RSSനെ അറിയാനും ഒപ്പം ചേരാനുമുള്ള ആഗ്രഹം പ്രബലമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2025 ജനുവരി മുതൽ ജൂലൈ വരെ ജോയിൻ RSSലൂടെ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തത് 55,423 പേരായിരുന്നു. 2026 ഇതേ കാലയളവിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം 1,23,287 ആണ്. 2025 ജൂലൈയിൽ 9,718 പേരാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തതെങ്കിൽ 2026 ജൂലൈയിൽ അത് 24,086 പേരായി. ഇതിൽ 65% പേരും 30 വയസ്സിൽ താഴെയുള്ളവരാണ്. ജിഹാദി മാവോയിസ്റ്റ് സംഘടനകൾ യുവാക്കളെ സ്വാധീനിക്കാനും രാജ്യവിരുദ്ധ നീക്കങ്ങളുടെ ഭാഗമാക്കാനും ശ്രമം നടത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് യുവാക്കളിൽ ദേശീയമായ ഉണർവ് സൃഷ്ടിക്കുക എന്നതിന് RSS പ്രാധാന്യം നൽകുന്നത്. ജനം, ഡൽഹി.